അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിയിലെ പ്രവർത്തകരാണ്. ഈ വരുന്ന ഞായറാഴ്ച 3 മണിക്ക് ചിങ്ങവനത്ത് അതിവിപുലമായ ഒരു പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുക. ക്നാനായ സമുദായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള അന്ത്യോക്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കും. ഞങ്ങൾ നവംബർ 9 തീയതിയാണ് തിരുമൂലപുരത്ത് ഇതുപോലൊരു വിശ്വാസ സംഗമം സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് 5000 ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഇന്ന് വരെയുള്ള സഭാ നേതൃത്വത്തിൻ്റെ, ക്നാനായ സമുദായ നേതൃത്വത്തിൻ്റെ, മെത്രാപ്പോലീത്തായുടെയും കമ്മിറ്റിയുടെയും സെക്രട്ടറിയുടെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അക്ഷന്തവ്യമായ വിശ്വാസരാഹിത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ക്നാനായ സമുദായത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതാണ്ട് നിരവധി വർഷങ്ങളായി ആരംഭിച്ചിട്ട് ഒരു മെത്രാപ്പോലീത്ത ഉണ്ടായിരുന്ന സ്ഥാനത്ത് 3 സഹായ മെത്രാന്മാരെ കൂടെ വാഴിക്കപ്പെട്ടപ്പോൾ അസോസിയേഷൻ ക്നാനായ സമുദായത്തിലെ 4 മേഖലകളായി തിരിച്ച് അവർക്കെല്ലാം അതിൻ്റെ ചുമതലകൾ കൊടുത്തു. നിർഭാഗ്യവശാൽ ആ ചുമതലകൾ നൽകപ്പെട്ട മേഖലകളിൽ അവരെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരുന്നില്ല. അതിന് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. 2 വർഷക്കാലം ആ ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. അതിനുശേഷം വീണ്ടും പഴയപടി ഒരു മെത്രാച്ചനുള്ളപ്പോൾ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം എന്ന സമുദായ മെത്രാപ്പോലീത്തായുടെ കടുംപിടുത്തത്തെ തുടർന്നാണ് ക്നാനായ സമുദായത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. മറ്റ് 3 മെത്രാപ്പോലിത്തന്മാർക്കെതിരെ അസോസിയേഷൻ ഇപ്പം സാങ്കേതികമായി ഈ പ്രാവശ്യമാണ് അസോസിയേഷൻ ഒരു ഭൂരിപക്ഷം ലഭിക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ വിവരമില്ലാത്ത തീരുമാനങ്ങൾ, പ്രായോഗികമല്ലാത്ത തീരുമാനങ്ങൾ, വിശ്വാസരാഹിത്യപരമായ തീരുമാനങ്ങൾ അസോസിയേഷനെ കൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി എടുപ്പിക്കുകയാണ്. നിരവധി തവണ അദ്ദേഹത്തിന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ വാണിംഗ് കൊടുത്തു. നിരവധി തവണ അദ്ദേഹത്തെ കേട്ടു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂണിവേഴ്സൽ സിനഡിൽ ഈ വിഷയം വെച്ചു, ചർച്ച ചെയ്തു. ഞങ്ങളൊക്കെ 2 പ്രാവശ്യം സിറിയയിൽ പോയതാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ അവിടെ എടുക്കുന്ന തീരുമാനമെടുത്താൽ ഇവിടെ വരുമ്പോൾ തീരുമാനം മാറും. അങ്ങനെ സംഘർഷം മൂർജിച്ചപ്പോൾ പാത്രികീസ് ബാബ 15-ന് നിർദ്ദേശം കൊടുത്തു. ഭരണഘടനാപരമായ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്, അത് തീരുന്നത് വരെ സഭയിൽ സമാധാനം ഉണ്ടാകാൻ നിങ്ങൾ ഇപ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു 15-ന് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശത്തെ തെറ്റിദ്ധരിപ്പിച്ച് പാത്രികീസ് ബാബ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് സഭാ നേതൃത്വം നടത്തിയത്. നാളിതുവരെ ഇവർ എന്ത് പറഞ്ഞാലും ഉടനെ പറയും ഉൾഭരണ സ്വാതന്ത്ര്യം, ഭരണഘടനയിൽ പരിശുദ്ധ പാത്രികീസിന് നൽകിയിരിക്കുന്ന വ്യക്തമായ അധികാരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലധികാരമുണ്ട്. അത് പ്രാരംഭം മുതൽ അവസാനം വരെ വിവിധ ഭാഗങ്ങളിലായിട്ട് പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസിന് ക്നാനായ സമുദായത്തിൻ്റെ മേലുള്ള മേലധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ക്നാനായ ഭദ്രാസനം എന്ന് പറയുന്നത്, യാക്കോബായ ഭദ്രാസനം എന്ന് പറയുന്നത് ആഗമാന സുറിയാനി സഭയുടെ ഒരു ഭദ്രാസനമാണ്. യാക്കോബായ സഭ മറ്റൊരു ഭദ്രാസനമാണ്. ആ നിലയ്ക്ക് പരിശുദ്ധ പാത്രികീസിൻ്റെ വാഴിക്കലിന് പോലും നിർണായകമായ റോൾ വഹിക്കാൻ ക്നാനായ സമുദായത്തിൻ്റെ മെത്രാപ്പോലീത്തായ്ക്ക് റോളുണ്ട് അവിടെ. അത്രമാത്രം ഉന്നതമായ സ്ഥാനമാണ് സുറിയാനി സഭ ക്നാനായ സമുദായത്തിന് നൽകുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ ചില നീക്കങ്ങൾ ചിലർക്ക് ഇവിടെ ഒരു സ്വതന്ത്ര സഭയായി നിൽക്കണം എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നിരവധി തവണ വാണിംഗ് കൊടുത്തു. പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായത്, ആദ്യം അദ്ദേഹത്തിൻ്റെ ഡെക്കറേഷൻസ് തിരികെ എടുത്തു. വലിയ മെത്രാപ്പോലീത്ത സ്ഥാനവും ആർച്ച് ബിഷപ്പ് സ്ഥാനവും പേട്രിയാർക്ക് നൽകിയതാണ്, അത് തിരികെ എടുത്തു. എന്നിട്ടും അദ്ദേഹത്തിന് സമയം കൊടുത്തു. തിരുത്താതെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ തിരുത്തി വരുന്നത് വരെ സസ്പെൻഡ് ചെയ്തു. ക്നാനായ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ആ സസ്പെൻഷൻ അദ്ദേഹം വകവെക്കുന്നില്ല. കുറേ ആളുകളെ
പറഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ പ്രസംഗിക്കുമ്പം വളരെ വലിയ ദയനീയമായി പ്രസംഗിച്ച് കുറേ ആളുകളെ കൂടെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിശ്വാസികളും ഇപ്പോൾ വസ്തുതകൾ തിരിച്ച് അറിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിലാണ് തിരുമൂല നടന്ന വിശ്വാസ സംഗമത്തിൽ ഇത്രയും ആളുകൾ പങ്കെടുത്തു. ഒരു സ്ട്രെയിനും ഇല്ലാതെ പങ്കെടുത്തത്, ഒരു വോളണ്ടിയറും ഇല്ലായിരുന്നു. അതിന് പോകരുതെന്ന് പറഞ്ഞ് കൽപ്പന ഇറക്കി. അത് പോയാൽ പള്ളിക്കുറ്റം ഉണ്ടാകുമെന്നും പറഞ്ഞ് സെക്രട്ടറിയുടെ നിരവധി അനൗൺസ്മെൻറ്റ് വന്നു. എങ്കിലും അതിനെയൊക്കെ തൃണങ്ങൾ ഗണിച്ചുകൊണ്ടാണ് 15 വൈദികരും അതുപോലെ തന്നെ ജനങ്ങളും അതിൽ പങ്കെടുത്തത്. അപ്പോൾ ആ നിലയിൽ ഈ വിഷയം നിലനിൽക്കുമ്പോഴാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ 10 ദിവസം മഞ്ഞനിക്കരയിലേക്ക് വന്നത്. അദ്ദേഹം മഞ്ഞനിക്കര താമസിക്കുന്ന സമയത്ത് യാക്കോബായ സഭയിലെ എല്ലാ മെത്രാപ്പോലിത്തന്മാരും, മലങ്കര കത്തോലിക്ക സഭയുടെ ക്ലീമിസ് കാതോലിക്ക ബാവ, മാർത്തോമ സഭയുടെ വലിയ മെത്രാപ്പോലിത്ത ഉൾപ്പെടെ ഇതര സഭകളിലെ മെത്രാപ്പോലിത്തന്മാരെല്ലാം മഞ്ഞനിക്കരയിൽ വന്നു. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, സ്നേഹ വായ്പകൾ പങ്കുവച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസ് കൈവെപ്പ് നൽകി പട്ടം കൊടുത്ത് നിയമിച്ച, ഞങ്ങളുടെ ഭരണഘടന പറയുന്നുണ്ട് ജ്ഞാനായ അസോസിയേഷനാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തീർന്നു. ആ തെരഞ്ഞെടുപ്പിനെ പരിശുദ്ധ പാത്രിയർക്കീസ് അംഗീകരിക്കണം. കാനൂനികമായി പരിശുദ്ധ പാത്രിയർക്കീസ് അദ്ദേഹത്തെ വാഴിക്കണം. തുടർന്ന് അദ്ദേഹത്തെ ഭദ്രാസന മെത്രാപ്പോലിത്തയായി നിയമിക്കണം. ഈ 3 കാര്യങ്ങളും പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസിൻ്റെ പ്രൊവഗേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഭരണഘടന സുവ്യക്തമായി പറയുന്നുണ്ട്. ആ നിലയ്ക്ക് സഖാപ്രഥമൻ ബാവ കൈവെപ്പ് നൽകി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ സേവോറിയസ് മെത്രാച്ചൻ മാത്രം അദ്ദേഹത്തെ കാണാൻ പോയില്ല. ഒരുപാട് പേര് സമ്മർദ്ദം ചെലുത്തി തിരുമേനി പോകും. അവിടെ ചെന്ന് ബാവായുമായി എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സുവർണമായ ഒരു അവസരമാണ്. എല്ലാവരും അതിനകത്ത് ഇടപെടും. ബാവായെ ഞങ്ങൾ കണ്ടപ്പോഴും ബാവ പറഞ്ഞു, ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, ഇദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മ, അതാണ് പറയേണ്ടത്. അദ്ദേഹത്തെ പോയി കാണാനായിട്ട് തയ്യാറായില്ല. അദ്ദേഹത്തെ ബാവായെ കണ്ട വൈദികരുണ്ട്, നിരവധി വൈദികരുണ്ട്. അവർ 10-30 അച്ഛന്മാർ അദ്ദേഹത്തെ പോയി കണ്ടു സഭയിലെ ഈ വിഷയങ്ങൾ തീർക്കാൻ. അപ്പോൾ ബാവ പറഞ്ഞു, ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. പക്ഷെ അവിടെ അദ്ദേഹത്തിന് ബാവായെ പോയി കാണാനുള്ള സൗമനസ്യം പോലും ഉണ്ടായില്ല എന്നുള്ളത് നിസ്സാരമായി കണ്ടിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് പിന്നിൽ വലിയ അജണ്ടയുണ്ട്, പലരുടെ അജണ്ടയുണ്ട്. അതാണ് അദ്ദേഹത്തെ കാണാൻ പോകാഞ്ഞത്. അത് ഒരു പ്രതിഷേധകരമായ കാര്യമാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, സുപ്രീം കോടതി അംഗീകരിച്ചു തന്നിരിക്കുന്ന ഞങ്ങളുടെ ഭരണഘടന, അതിന് പ്രകാരം ഞങ്ങൾ ഭരിക്കപ്പെടുന്നു. കഴിഞ്ഞ ക്രിസ്മസ് രാത്രി കോട്ടയം വലിയ പള്ളിയിലെ ക്രിസ്മസ് ശുശ്രൂഷയിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികൻ വന്നു. പ്രമുഖനായ വൈദികനെ, ഞാൻ പേര് പറയുന്നില്ല. MT സെമിനാരിയുടെ പ്രിൻസിപ്പളായിരുന്ന അച്ഛനാണ്, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ഇവിടെ 2 ടൂറിസ്റ്റും ഉണ്ടായിരുന്നു. ടൂറിസ്റ്റിനെ കാണിക്കാൻ എന്നുള്ള വ്യാജേന അദ്ദേഹം വന്നത്. അദ്ദേഹം വന്ന് അദ്ദേഹത്തെ വികാരി എന്ന് പറയുന്നത് ഞങ്ങളുടെ മെത്രാച്ചൻ്റെ വലങ്കയാണ്, ഓഫീസിലെ ചാർജുള്ള അച്ഛനാണ്. മുൻപ് സെക്രട്ടറി ആയിരുന്നു, ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു. ആ അച്ഛൻ ഇദ്ദേഹത്തെ വിളിച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഇദ്ദേഹത്തെ ശുശ്രൂഷയിൽ പങ്കെടുപ്പിച്ചു. സ്വാഭാവികമായി കാണാൻ വരുന്ന ഒരു അച്ഛൻ ശുശ്രൂഷ പങ്കെടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ആ തുടർന്ന് നടന്ന വിശുദ്ധ ബലിയിൽ ഔദ്യോഗികമായി സഹകാർമ്മികനായി ആ വൈദികനെ പങ്കെടുപ്പിച്ചു. അത് അമേരിക്കയൊക്കെ ഇട്ട്, അതാണ് അതിൻ്റെ ഒരു അടയാളം ഇട്ട്, അദ്ദേഹമാണ് ശുശ്രൂഷകളിലെ പലതും ചൊല്ലിയത്, സീനിയർ അച്ഛൻ എന്നുള്ള നിലയിൽ. ഇത് വളരെ ഗൗരവതരമായ ഒരു വീഴ്ചയാണ്. കാരണം ഇന്ന് വരെ സഭയുടെ ചരിത്രത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ഇതുണ്ടായതിനു ശേഷം ഇന്ന് വരെ ഒരു വൈദികനും ഇതുപോലെ ഇതിൽ സംബന്ധിച്ചിട്ടില്ല. നമ്മളത് വെറുതെ ഒരു സംഭവമായി മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദേവലോകം കാതോലിക്ക ബാവ അപ്രയം സെമിനാരിയിൽ വന്നു. അദ്ദേഹത്തിന് അവിടെ വിരുന്നൊരുക്കി. അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്ത് അദ്ദേഹവുമായി നിൽക്കുന്ന പടം എല്ലായിടത്തും പ്രചരിപ്പിച്ചു. ഇതൊക്കെ ചെയ്യുന്നത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇതിൻ്റെ പിന്നിലുള്ള ഇടൻ അജണ്ട ഒരു വിഭാഗത്തെയും കൊണ്ട് വേറൊരു ചേരിയിൽ പോയി ലയിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ കൈവപ്പോടുകൂടി സ്വതന്ത്ര സഭയായി. ഇപ്പോൾ ഈ തൊഴിയൂരൊരു സഭയുണ്ട്, സ്വതന്ത്ര മലബാർ
ഇൻഡിപെൻഡൻറ്റ് ചർച്ച് എന്ന് പറയുന്ന പോലെ കേരള ഇൻഡിപെൻഡൻറ്റ് ജ്ഞാനായ ചർച്ച് എന്നൊക്കെ ആകാനും ഇദ്ദേഹത്തിന് അതിൻ്റെ കാതോലിക്കയോ പാത്രിക്കീസോ ആകാനുള്ള അമിതമായ മോഹമാണ് ഇപ്പോൾ ഇത്തരം നടപടികളിലേക്ക് പോകുന്നത്. അതിന് സഭയുടെ ചരിത്രം തിരുത്തുക പുള്ളി. AD 345 ക്രായിത്തോമ്മയുടെ നേതൃത്വത്തിൽ ഇടയസായിൽ നിന്ന് വന്നു ജ്ഞാനായക്കാർ കൊടുങ്ങല്ലൂരിൽ കുടിയേറിയെന്നും ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് തെക്ക് ഭാഗത്തായിട്ട് താമസിക്കുന്നതുകൊണ്ട് തെക്കൻ കൂറ്റുകാരെന്ന പേരും ഒക്കെ ലഭിച്ച ചരിത്രം പാണൻ പാട്ടുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാണം പാട്ടാണ് പഴയകാല ചരിത്രത്തിൻ്റെ ആധാരം. പിന്നീട് കേരളത്തിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്ന എല്ലാ ആളുകളും ഈ കുടിയേറ്റത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുക. AD 72 ഇടയസായിൽ നിന്നല്ല, ഇസ്രായേലിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് ജ്ഞാനായക്കാരെന്ന് ഈ മെത്രാനും ഈ സെക്രട്ടറിയും കൂടി പറഞ്ഞ് പ്രചരിപ്പിക്കുക. അല്ലല്ല നടപടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ യോഗം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ 18-ാം തീയതി ഒരു വലിയ വിപുലമായ യോഗം നടത്തുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് ജനത്തെ പറഞ്ഞ് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് 11-ാം തീയതി. 18-ാം തീയതി സഭ ഒരു സമ്മേളനം. ഇപ്പം 3 പേരായി. ആദ്യം ജ്ഞാനായ സംഗമമായി, പിന്നെ ജ്ഞാനായ ദിനമായി, കോട്ടയം വലിയ പള്ളിയിൽ വന്നു. ശുശ്രൂഷ അർപ്പിച്ചതല്ല, സഹകാർമ്മികനായി. അതിനെതിരെ നിയമ നടപടികൾ നമ്മൾ പോകുന്നുണ്ട്. അത് എടുക്കേണ്ടത് മെത്രാച്ചനാണ്, അല്ലെങ്കിൽ അവരുടെ വൈദിക യോഗമാണ് നടപടി എടുക്കേണ്ടത്, കൗൺസിൽ. അത് എടുത്തിട്ടില്ല ഇതുവരെ. ചോദിച്ചു. ക്ഷമയുടെ കാര്യത്തിൽ എക്യുമിനിസത്തിൻ്റെ നാളിൽ നമ്മൾ ഇവരുമായിട്ട് സഹകരിക്കുന്നുണ്ട് വിശാലമായ ചിന്താഗതിയിൽ. പക്ഷെ ഇവിടെ അതല്ല, നിയമപരമായ സാധുത നേടാനുള്ള ശ്രമമായി നടത്തുന്നത്. അതായത് നമ്മുടെ സഭാ കേസിൽ ഇപ്പോഴും ഓർത്തഡോക്സുകാർ ജ്ഞാനായ സമുദായത്തിൻ്റെ പള്ളികളും അവരുടേതാണെന്നും പറഞ്ഞ് അവർ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളറിയാതെ തന്നെ അവർ ജ്ഞാനായ പള്ളികൾക്ക് അവരുടെ അച്ഛന്മാരെ വികാരിമാരായി നിയമിച്ചിട്ടുണ്ട്. അവർ വരുന്നില്ലെന്നുള്ളത് വേറൊരു കാര്യം. അപ്പം പതുക്കെ അവരുമായിട്ട് അടുത്ത് ഒരു വിഭാഗത്തെ ഓർത്തഡോക്സിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതിനകത്ത് വേറൊരു വസ്തുതയുണ്ട്. ഈ 1995 സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് യാക്കോബായ ഓർത്തഡോക്സുകാരെ ബാധിക്കുന്ന ഒരു ഭാഗമുണ്ടെങ്കിലും അതിൻ്റെ മറ്റൊരു പോർഷനുണ്ട്, അത് ജ്ഞാനായ ഭദ്രാസനത്തെ സംബന്ധിച്ചുള്ളതാണ്. ആ വിധി പ്രകാരം 95 സുപ്രീം കോടതിയുടെ വിധി പ്രകാരം യാക്കോബായ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞ് 2 വിഭാഗം ഉള്ളപ്പോഴും അത് മലങ്കര സഭയിലെ 2 വിഭാഗമായിട്ടാണ്. ജ്ഞാനായ എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗമാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടെന്നുള്ളതും അത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലുള്ള നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണെന്നുള്ളതുമൊക്കെയാണ് സുപ്രീം കോടതി വിധിയിലുള്ളതാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഈ പരസ്പര സ്നേഹവും സഹകരണവും എന്ന് പറയുന്നത് ഇത് സെപ്പറേറ്റ് ആണ്. ജ്ഞാനായ ഭദ്രാസനം എന്ന് പറയുന്നത് ഓർത്തഡോക്സിലോ യാക്കോബായിലോ ഒരു ഭദ്രാസനമല്ല. വിശാല കാഴ്ചപ്പാടിൽ വരുമ്പോഴത്തേക്കിന് യാക്കോബായിലെ ഒരു വൈദികൻ, അതിപ്പോഴും ജ്ഞാനായ പള്ളികളിൽ വരുന്നുണ്ട്, അത് മുൻപ് മുതലേ ഉള്ളതാണ്. പക്ഷേ ഓർത്തഡോക്സിലെ വൈദികർ ജ്ഞാനായ പള്ളികളിൽ പ്രവേശിക്കുന്നതോ ശുശ്രൂഷ നടത്തുന്നതോ എന്ന് പറഞ്ഞാൽ അത് ഒരു മുൻകാലങ്ങളിൽ ഇല്ലാത്തതുമാണ്. വിശാല അർത്ഥത്തോടു കൂടിയാണെങ്കിൽ പോലും അത് അനുവദിക്കാവുന്നതല്ല. കാരണം അത് കാനൂനികമായിട്ടുള്ളൊരു വിഷയമാണ്. വിശ്വാസപരമായിട്ടും അന്ത്യോക്യ സിംഹാസനത്തെ അംഗീകരിക്കാത്തതായ അല്ലെങ്കിൽ സിംഹാസനം മാറ്റി നിർത്തിയിരിക്കുന്നതായ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വൈദികർ ജ്ഞാനായ സമുദായത്തിലെ പള്ളികളിലെ ശുശ്രൂഷകളിൽ സഹകാർമ്മികരാകുന്നത് പോലും അത് അംഗീകരിക്കാവുന്നതല്ല. അല്ലാത്തലും പബ്ലിക് മീറ്റിങ്ങുകളോ മറ്റുള്ളതിലൊക്കെ ആകാം. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഇത് ഒരുപക്ഷെ മുൻപോട്ട് പതുക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഈ സമുദായത്തെ ജ്ഞാനായ ഭദ്രാസനത്തെ ഓർത്തഡോക്സിലേക്ക് ലയിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കമായിട്ട് പോലും ഇപ്പോൾ സഹകാർമ്മികനായെങ്കിൽ നാളെ വേണ്ട പൂർണ്ണമായ മുഖ്യ കാർമ്മികൻ വരെ ആക്കിക്കൊണ്ട് ഇതിനെ ഓർത്തഡോക്സിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണോ എന്ന് പോലും സംശയിക്കുന്നുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഇതിലുള്ളതായ ജനങ്ങളുടെ വികാരം പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതായത്
ഒരു കമ്മ്യൂണിറ്റിയെ നേതൃത്വം കൊടുക്കുന്നവർ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് തീർക്കാൻ ശ്രമിക്കണം. അത് തീർക്കാൻ ശ്രമിക്കാതെ അതിനെ മുൻപോട്ട് കൊണ്ടുപോയി കുറേ ആളുകളെ ഈ പറഞ്ഞ പോലെ മുത്തുകളിട്ട് മൃഗങ്ങളെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നല്ല വാക്ക് പറഞ്ഞ് ആളുകളെ ഈ വിശ്വാസരാഹിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ നടപടിക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ ഇനി മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മേഖലകളിലെ മെത്രാപ്പൊലിത്തന്മാർക്ക് അസോസിയേഷൻ നിശ്ചയിച്ച ജീവിത ചിലവിനുള്ള വിഹിതമുണ്ട്, വരുമാനത്തിൻ്റെ വിഹിതം. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് അത് കൊടുക്കുന്നില്ല. 8 വർഷമായിട്ട് ഈ മെത്രാപ്പൊലിത്തന്മാർ ഇതൊക്കെ സമുദായത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മെത്രാച്ചൻ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ ചെയ്യുന്ന ഈ കാര്യങ്ങളിലുള്ള പ്രതിഷേധമാണ് നമ്മൾ പ്രധാനമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ലൈവ് ആയതുകൊണ്ട് പറയാത്തത്. 18-ാം തീയതിയിലെ മീറ്റിംഗ്, ജനുവരി മാസം 18-ാം തീയതി ഞാൻ കമ്മിറ്റി തന്നെ മുൻകൈ എടുത്തിട്ട് മീറ്റിംഗ് അവിടെ നടത്തുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. ആ മീറ്റിംഗ് ജ്ഞാനായ ദിനം എന്ന നിലയിലാണ് അത് നടത്തുന്നതെങ്കിൽ മുൻപ് അന്ത്യോക്യ പാത്രിക്കീസ് ബാവ സേവേറിയസ് തിരുമേനിക്ക് മെത്രാസ്ഥാനം നൽകിയ ദിവസമാണ് ജനുവരി 15. ജനുവരി മാസം 15-ാം തീയതിയാണ് ജ്ഞാനായ ദിനമായിട്ട് ആചരിക്കണമെന്ന് ബാവ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ ഒരു ദിനാചരണം ഇവിടെ നടക്കുന്നില്ലായിരുന്നു. ആദ്യത്തെ 1 വർഷം 2 വർഷം കണ്ടത്, പിന്നെ ഇവിടെ നടക്കുന്നില്ല. അത് ജനുവരി 15-ാം തീയതിയാണ് ഇത് നടത്തേണ്ടത്. സക്കാപ്രഥമ പാത്രിക്കീസ് ബാബ കൽപ്പിച്ചിരിക്കുന്നത് ജനുവരി 15. അതിപ്പോൾ ഈ വർഷം അത് 18 എന്നും പറഞ്ഞ് നടത്തുകയാണ്. അതിന് പല പേരുകൾ ഇപ്പം വരുന്നത്, സേവേറിയസ് ദിനാഘോഷമെന്നോ മെത്രാഭിഷേക ദിനാഘോഷം. പക്ഷേ ജ്ഞാനായ ദിനമാണെങ്കിൽ ജ്ഞാനായ സമുദായത്തിലെ എല്ലാ മെത്രാപ്പൊലിത്തന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം, ഔദ്യോഗികമായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം അത് നടത്തുവാനായിട്ട്. പക്ഷേ ഇവിടെ ജ്ഞാനായ ദിനമെന്ന് പറയുകയും അതേസമയം ഒരു ഭാഗം ജനങ്ങളുടെ മാത്രം അല്ലെ നേതാക്കന്മാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ഗ്രൂപ്പ് സമ്മേളനമായിട്ട് മാറുന്നു. ഇതിൽ ഞങ്ങളുടെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ചില പള്ളികളിലൊക്കെയാണ് അവിടുത്തെ കമ്മിറ്റി തന്നെ ഇതിനകത്ത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് നിസ്സഹകരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും ഈ യോഗം നടത്തുന്നതിനെതിരല്ല, ജ്ഞാനായ ദിനാഘോഷം നടത്തുന്നതിന് ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇത് ഒരു ഗ്രൂപ്പ് യോഗമാക്കി മാറ്റുകയും എല്ലാ മെത്രാച്ചന്മാരെയും പങ്കെടുപ്പിക്കാതെ മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുമുള്ളതായ ഈ ഇതിനോടാണ് ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളൂ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് അതെ മണി 2 അതാ അത്രയും സമയം ഇരുന്നത് പ്രത്യേകിച്ച് നന്ദി. മണി 2 ആയി.